ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സഹതടവുകാരന്റെ അടിയേറ്റ് 86-കാരൻ മരിച്ചു. കോളയാട് ആലഞ്ചേരി സ്വദേശി കരുണാകരനാണ് മരിച്ചത്. വടികൊണ്ടുള്ള അടിയേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രമാദമായ മാവേലിക്കര ചന്ദന വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന പ്രതിയാണ് മരിച്ച കരുണാകരൻ. കെ വി ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഈ ജയിലിനകത്ത് വെച്ച് തടവുകാർ തമ്മിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. പക്ഷെ ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്തെന്നാണ് പോലീസും ഈ ജയിൽ അധികൃതരും നൽകുന്ന വിവരം? തീർച്ചയായും ഈ ജയിലുകളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലഹരി, അതുപോലെ തന്നെ മറ്റ് കൊട്ടേഷൻ ഒക്കെ ഈ ജയിലിനകത്ത് നിന്നും ആസൂത്രണം ചെയ്യുന്ന നിരവധി വാർത്തകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ നടന്നത് നിസ്സാരമായ ഒരു വാക്ക് തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ വേലായുധൻ എന്ന ഒരു പാലക്കാട് സ്വദേശിയായ സഹതടവുകാരൻ കയ്യിലുണ്ടായിരുന്ന വടി കരുണാകരന്റെ ദേഹത്ത് തട്ടുകയും അതേ തുടർന്ന് ഇവർ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവുകയും പിന്നീട് ഈ വേലായുധൻ ആ വടി ഉപയോഗിച്ച് കരുണാകരനെ അടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് 4-ാം തീയതിയാണ്. ഈ അവശനിലയിൽ സെല്ലിന്റെ പുറത്ത് കിടക്കുന്ന ഈ കരുണാകരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പ്രായാധിക്യം കൊണ്ടുള്ള മരണമെന്നായിരുന്നു ആദ്യം കരുതിയതെങ്കിൽ ഈ ടൗൺ CI ശ്രീജിത്ത് തോന്നിയ ഒരു സംശയമാണ് ഇത്തരത്തിൽ ഈ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. പിന്നീട് സർജനുമായി ഇക്കാര്യം സംസാരിക്കുകയും വിശദമായ പോസ്റ്റ്മോർട്ടത്തിൽ അടിയേറ്റാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയായിരുന്നു. എന്തായാലും ഈ വേലായുധൻ, പാലക്കാട് സ്വദേശിയായ വേലായുധനാണ് ഇത്തരത്തിൽ ഇയാളെ കരുണാകരനെ അടിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇയാളെ കോടതിയുടെ മറ്റ് അനുവാദത്തോടുകൂടി ഇയാൾക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവം 4-ാം തീയതി ആയിരുന്നു ഇത്തരത്തിൽ സെല്ലിന് പുറത്ത് അവശനിലയിൽ ഈ കരുണാകരനെ കണ്ടെത്തിയത്. വളരെ ഈ രീതിയിൽ സ്വാഭാവിക മരണമെന്ന് കരുതിയ എടുത്തുനിന്നാണ് പോലീസിന്റെ ഒരു സംശയം കൊണ്ട് ഈ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മാവേലിക്കര ചന്ദ്രൻ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് ഈ കരുണാകരൻ. 86 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിന് വാർദ്ധക്യപരമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആ രീതിയിലുള്ള ഒരു സംശയത്തിനിട നൽകിയത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി അടിയേറ്റാണ്, കാര്യമായ അടിയേറ്റുള്ള ഒരു ക്ഷതം കൊണ്ടാണ് ഈ മരണം സംഭവിച്ചതെന്ന് വ്യക്തമാവുകയായിരുന്നു. പിന്നീട് വേലായുധനെ വിശദമായി ചോദ്യം ചെയ്യുകയും ഈ സംഭവം കൃത്യമായി വേലായുധൻ പറയുകയാണ് ഉണ്ടായതായാലും ഇയാളെ മറ്റ് കോടതിയുടെ അനുമതിയോടുകൂടി ഇയാൾക്കെതിരെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടത്തുമെന്നാണ് ടൗൺ CI ശ്രീജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ടോം, അങ്ങനെ ഈ ആക്രമണം നടത്തിയ കൊലപാതകം നടത്തിയ ആൾ ഇതുപോലെ ഈ ജയിലിൽ പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണോ ബൈജു? അത്തരത്തിൽ സൂചനകൾ നമുക്ക് ലഭിക്കുന്നില്ല. ഇതിൽ പോലീസ് പ്രധാനമായും പറയുന്നത് ഈ വേലായുധൻ വടി കൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ വടി ഈ കരുണാകരന്റെ ദേഹത്ത് തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, ഇതിന് ഈ കരുണാകരൻ വേലായുധനുമായി വാക്ക് തർക്കമുണ്ടാവുകയായിരുന്നു. ഇത് തുടർന്നാണ് ഏറ്റവും ഒടുവിലായി വേലായുധൻ ഈ വടി ഉപയോഗിച്ച് ശക്തമായി മുഖത്ത്, അതായത് ഈ കരുണാകരന്റെ മുഖത്തേക്ക് അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ഈ വേലായുധൻ തന്നെ സമ്മതിച്ചാണ് പോലീസ് ചോദ്യം ചെയ്യൽ. അത്തരത്തിൽ പിന്നീട് ഇയാൾ സെല്ലിന് സമീപം അബോധാവസ്ഥയിൽ ഇത്തരത്തിൽ കിടക്കുകയായിരുന്നു. പോലീസിന് ഏതെങ്കിലും തരത്തിൽ ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല. കാരണം സ്വാഭാവിക മരണമാണ്. കാരണം വാർദ്ധക്യപരമായ നിരവധി അസുഖങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവിക മരണം എന്നാണ് കരുതിയത്. പക്ഷേ ഈ ശ്രീജിത്ത് കരുവാളിപ്പ് കണ്ടു. ഈ കരുണാകരന്റെ ശരീരത്തിൽ ഇത്തരത്തിൽ കരുവാളിപ്പ് കണ്ടതുകൊണ്ടൊരു സംശയം തോന്നുകയും അത് പോലീസ് സർജനുമായി സംസാരിക്കുമായിരുന്നു. പിന്നീട് വിശദമായി ഈ പോസ്റ്റ്മോർട്ടത്തിൽ അടിയേറ്റതാണ്, ശക്തമായ അടിയേറ്റതാണ് ഈ മരണകാരണമെന്ന് വ്യക്തമാവുകയുമായിരുന്നു. എന്തായാലും ഇയാൾക്കെതിരെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വേലായുധന് കോടതിയുടെ മറ്റ് അനുമതി തേടേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹവും മറ്റൊരു കേസിൽ ഇവിടെ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് കോടതിയുടെ അനുമതിയോട് കൂടി ഇദ്ദേഹത്തിനെതിരെയുള്ള മറ്റ് കൊലപാതക കേസ് ഉൾപ്പെടെ ചുമത്തുന്ന നടപടികൾ പോലീസ് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ടോം.